എല്ലാവർക്കും ടോക്ക് ടൈംസിലേക്ക് സ്വാഗതം. എന്തെല്ലാമുണ്ട് വിശേഷം? ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇരുട്ടി പോയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇരുട്ടി പോയപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്. ലച്ചൂട്ടിയുണ്ട്, എൻ്റെ ഫ്രണ്ട് സിച്ചേച്ചിയുണ്ട്. ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത് കേട്ടോ. ലച്ചൂട്ടി ഇന്ന് സ്കൂളിൽ പോയില്ല. ഇന്ന് സ്കൂളിൽ സ്പോർട്സൊക്കെയാണ്. പുള്ളിക്കാരിക്ക് സ്പോർട്സിൽ പരിപാടിക്കൊന്നും കൂടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ വരണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി പോയി. കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങണം. ചെറിയ ചെറിയ ഷോപ്പിംഗ് ആണ് കേട്ടോ. ചേച്ചിക്കും ഉണ്ട് ഷോപ്പിംഗ്, എനിക്കും ഉണ്ട് ചെറുതായിട്ട്. ലച്ചുവിനൊരു ഉടുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമുക്ക് വീഡിയോ കാണാം. ലച്ചൂട്ടിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഉടുപ്പ് ഇച്ചിരി ടൈറ്റായി പോയിട്ടോ. അപ്പം അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യണം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇരിട്ടി ടൗണിലുള്ള ഷോപ്പാണ്. നമ്മുടെ സെഞ്ചുറിയാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് എക്സ്കലേറ്ററിലായിരുന്നു കേട്ടോ പോയത്. എക്സ്കലേറ്ററിൽ പോകുമ്പോൾ ഫോണും കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. കാരണം അതിൽ കൂടെ കയറുമ്പോൾ തന്നെ സീനായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ ലച്ചുകുട്ടീൻ്റെ ഉടുപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഫ്ലോറിലെത്തി കേട്ടോ. അപ്പോൾ അവിടുത്തെ ഉടുപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതി വരും. കാരണം അത്രയും ക്യൂട്ടാട്ടോ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഉടുപ്പൊക്കെ സെലക്ട് ചെയ്ത് ലച്ചുവിന് ഇട്ട് നോക്കിയേ. അപ്പോൾ ലച്ചുവിൻ്റെ സൈസിൽ വളരെ ഉടുപ്പൊക്കെ കുറച്ച് കുറവായിരുന്നു കേട്ടോ. വലിയ കുട്ടികളുടെ ഡ്രസ്സ് വേറെ ചുരിദാറ്, ഷറാറ അങ്ങനത്തെ സംഭവങ്ങൾ. പക്ഷേ കുഞ്ഞു കുട്ടികളെ തന്നെ കണ്ടോ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകൾ, ഹെയർ ബാൻഡ്, ഷൂ അടക്കം എന്ത് രസമല്ലേ. അപ്പോൾ ഇപ്പം ആണെങ്കിൽ അനിയനാണെങ്കിൽ ആൺകുട്ടി ഉണ്ടായേക്കുന്നത്. അപ്പോൾ ലച്ചൂട്ടി പറയാം നമുക്കെന്നാൽ ഇത് മേടിച്ചുകൊണ്ട് കൊടുത്താലോ, പെൺകുട്ടിയുടെ ഡ്രസ്സായി. അത്രയും രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഉടുപ്പൊക്കെ വാങ്ങാൻ പോയതല്ലേ. പിന്നെ പെണ്ണുങ്ങളല്ലേ, തുണിയും സ്വർണ്ണം കണ്ടാൽ എന്താ സ്വഭാവം. അപ്പം ഞങ്ങളതെല്ലാം ഒന്ന് നോക്കി കണ്ടു കേട്ടോ. പിന്നെ ചേച്ചി കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ അനിയൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അവിടെ നോക്കി. ഞങ്ങൾ ഇങ്ങനെ ഓരോ ഡ്രസ്സും ഓരോ ഫ്ലോറൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ട് നടന്നു കേട്ടോ. പിന്നെ സച്ചൂടിന് വീട്ടിലിടാൻ 2-3 ബനിയനൊക്കെ വാങ്ങി. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ വാങ്ങി കേട്ടോ. അപ്പോൾ ലച്ചൂട്ടിക്ക് വാങ്ങിയ ഉടുപ്പ് ഏതായാലും നമുക്കൊരു കല്യാണമുണ്ട്. അപ്പം അതിൻ്റെ റിസപ്ഷനൊക്കെ ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റിസപ്ഷൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഫ്ലോറിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല സ്റ്റോൺ വർക്കൊക്കെ ചെയ്യുന്ന ആൾ ഹാൻഡ് വർക്കാണ് കേട്ടോ, ഇരുന്ന് ചെയ്യുന്നുണ്ട്. അപ്പം ഭാഷ ഹിന്ദിയാണെന്ന് തോന്നുന്നു. സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ചുറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എടുത്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് അയൽക്കൂട്ടത്തിൽ പോകണേ. അപ്പോൾ 2 മണിക്കാണ്. അപ്പം അതിനൊക്കെ ഞാൻ ഉദ്ദേശിച്ച പോലെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് സംസാരിച്ചാൽ നമുക്ക് വീട്ടിലെത്താൻ സമയം പോകുമെന്ന് വിചാരിച്ചിട്ട് വേഗം പോകുന്നു കേട്ടോ. ഈ മേലിരിക്കുന്ന സാരികൾ, കളർഫുള്ളായിട്ടുള്ള സാരികളൊന്നും അധികം പൈസ ഒന്നുമില്ല. 200-300 രൂപേൻ്റെ അകത്തുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ വാങ്ങി നമുക്ക് കുട്ടികൾക്ക് ലഹങ്കയോ എന്താ പറയുക ഉടുപ്പൊക്കെ തയ്ക്കാം. എന്നിട്ട് ഹാൻഡിലും നെക്കിലൊക്കെ വർക്കൊക്കെ ചെയ്താൽ മതി. ഇപ്പോഴത്തെ രീതിയിലുള്ള സ്റ്റോൺ വർക്കുകളൊക്കെ ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ചുമ്മാ സാരി സെക്ഷനിലേക്ക് വന്നേ. ബാക്കി വാങ്ങാനുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി ബ്ലൗസൊക്കെ തയ്ക്കാൻ ലൈനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങണേ. അപ്പം ഞാൻ 2-3 ബനാറസി സിൽക്കിൻ്റെ സാരിയൊക്കെ നോക്കിട്ടോ. അപ്പം അതുപോലത്തെ ഒരു സാരി ആയിരുന്നു കല്യാണത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ നോക്കി വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് നോക്കി നമ്മൾ ഏകദേശം കോസ്റ്റൊക്കെ അറിയാമല്ലോ എന്ന് വിചാരിച്ച് നോക്കിട്ടോ. നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള സാരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇരിട്ടിയിൽ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നാൽ മതി, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കിട്ടും കേട്ടോ. ചെറിയ വില തൊട്ട് നല്ല വിലയുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ നോക്കിയെടുക്കണം എന്ന് മാത്രം കേട്ടോ. അപ്പം അങ്ങനെ നമുക്കെല്ലാം ഒരു കടയിൽ നിന്ന് തന്നെ സെറ്റാകും. ഇവിടെ ബാഗ്, ഷൂസ്, പിന്നെ ഫാൻസി ഡ്രസ്സുകൾ എല്ലാം നമുക്കൊരു അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ ഓരോ സാരിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോഫി കുടിക്കാം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ കോഫി കുടിച്ചില്ല, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ പുറത്ത്. അപ്പം കടയിലേക്ക് കയറിയപ്പോഴാണ് AC ഒക്കെ കിട്ടിയ ഒരു സുഖം തോന്നിയത്. അതുകൊണ്ട് കോഫി വേണമെന്ന് ചോദിച്ചിട്ട് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങളുടെ സാരി നോക്കലും ഞങ്ങളുടെ ഓരോ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ലച്ചുവിന് അതൊന്നും പിടിക്കുന്നില്ല. ലച്ചു അവിടെ തന്നെ പോയിരുന്ന് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. മിറർ സെൽഫിയൊക്കെ എടുത്തോണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് അതിനോടുള്ള ക്രേസൊന്നും വരാനായിട്ടില്ലല്ലോ. ഇവിടെ കണ്ട നല്ല അടിപൊളി ഷൂസൊക്കെ ഇരിപ്പുണ്ട്. നല്ല കുത്തിരുന്ന് ശ്രദ്ധിച്ച് ഹാൻഡ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി അടുത്തത് ബ്ലൗസ് പീസ്,
ലൈനിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഒന്ന് ഓടിച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ചേച്ചി ചോദിച്ചു എന്താ വീഡിയോ എടുക്കുന്നത്, ഞാൻ പിന്നെ കാര്യമൊന്നും പറഞ്ഞില്ല. അങ്ങനെ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ജ്വല്ലറിയിലേക്കാണ് കേട്ടോ. സ്വർണം വാങ്ങാനൊന്നുമല്ല, തീ പിടിച്ച വിലയല്ലേ, നമുക്കൊരു മുക്കുത്തി കുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരു കുഞ്ഞാഗ്രഹം. അപ്പം അത് ഞാൻ പിന്നെ ആട്ടെ എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പം എൻ്റെ മരുമോള് അമ്മു കുത്തി ഗിഫ്റ്റ് തന്നു കേട്ടോ. എന്നാൽ പിന്നെ അപ്പം തന്നെ ഗിഫ്റ്റ് തന്നിട്ടും കുത്തിയില്ലേ, മോശമല്ലേ. അപ്പം എന്നാൽ പിന്നെ കുത്തിയേക്കാന്ന് വിചാരിച്ചിട്ട് ജ്വല്ലറി കയറി തട്ടാനെ കൊണ്ട് കുത്തിക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തട്ടാനും ഇല്ല. അപ്പോൾ അവിടെ പോസ്റ്റായി കേട്ടോ. പിന്നെ സ്വർണ്ണക്കടയിലും നമ്മൾ പോസ്റ്റ് ആവില്ലല്ലോ, സ്വർണ്ണമല്ലേ, കണ്ണു മഞ്ഞളിക്കില്ലേ. അപ്പം എന്തായാലും അത് നോക്കി തുണിക്കടയിൽ പോയി ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണുന്ന പോലെ വാങ്ങുന്ന പോലെ സ്വർണ്ണം വാങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് തൃപ്തിപ്പെട്ടു, കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു, അതിന് വിലയൊക്കെ ചോദിച്ചു. പിന്നെ ആ ചേട്ടൻ ഒന്നും വാങ്ങുന്നില്ലെങ്കിലും അവരെല്ലാം കാണിച്ചു തരും, എന്താ പറയുക, നമുക്ക് എല്ലാത്തിനും വില പറയുകയും തൂക്കി കാണിക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ. നമ്മൾ പറഞ്ഞു ഇപ്പോൾ വാങ്ങാനൊന്നല്ല വന്ന് മൂക്കുത്താന, വാങ്ങാൻ വരാം എട്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരെല്ലാം പറഞ്ഞു തന്നു കേട്ടോ. അത് കഴിഞ്ഞ് മൂക്ക് കുത്തി അവിടുന്ന് ഞങ്ങൾക്ക് കോഫി തന്നിട്ടോ. അപ്പുറത്തുനിന്ന് തുണിക്കടയിൽ നിന്ന് കോഫി വേണമെന്ന് ചോദിച്ച് വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാർ ഈ തൊട്ടിപ്പറെ ജ്വല്ലറിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കോഫി കുടിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കോഫിയൊക്കെ കുടിക്കാൻ, നല്ല ടേസ്റ്റുള്ള കോഫിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മൂക്കൊക്കെ കുത്തി, എങ്ങനെയുണ്ട്, നല്ലതാണോ, അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ. രസമുണ്ടോ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ച ഒരു കൊള്ളില്ലാത്ത ലുക്കായിരിക്കും എന്ന് വിചാരിച്ചു. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ലിച്ചു ഞാനിങ്ങനെ പൊട്ടൊക്കെ കുത്തി വെച്ച് കാണിക്കുമ്പോൾ ലിച്ചു പറയായിരുന്നു അമ്മയെ കോണയില്ലെന്ന്. പക്ഷേ കുത്തി കഴിഞ്ഞപ്പോൾ രസമുണ്ടെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കൂടാറി കയറിയിട്ട് ചിക്കു കുടിച്ചു കേട്ടോ. ചിക്കും കുടിച്ച് ബസ്സിൽ കയറി വേഗം പോകുന്ന. ഇപ്പം തന്നെ 1:30 ആയിട്ടോ. 2 മണിയാകുമ്പോഴത്തേക്കും വീട്ടിലെത്താം. 2:15 ആകുമ്പോൾ എത്തുമായിരിക്കും. അപ്പം നേരെ അയൽക്കൂട്ടത്തിലേക്കാണ് പോകേണ്ടത്. അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് കഴിക്കാനൊന്നും വാങ്ങില്ല കേട്ടോ. ചിക്കു മാത്രം കുടിച്ചിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോകുന്നേ. 2 മണി 2:15 ആകുമ്പോഴത്തേക്കും അയൽക്കൂട്ടത്തിലെത്തുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.